പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇന്ന് ഏറ്റവും ആവശ്യം കുട്ടികളുടെ കഴിവുകൾ, ആ കഴിവുകൾ എന്തെന്ന് തിരിച്ചറിയാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്കതിൻ്റെ പാത തെളിച്ചു കൊടുക്കുക. അവരുടെ കഴിവുകൾ എന്താണ്? ഒരു പാട്ട് പാടുമ്പം താളം പിടിക്കുന്ന ഒരു കൊച്ചു കണ്ടു കഴിഞ്ഞാൽ ആ കൊച്ചിന് ആ താളത്തിനകത്താണ് കഴിവ്. ഡാൻസ് ചെയ്യുന്ന മറ്റൊരു കുട്ടിയെ കാണുമ്പോൾ ഈ കൊച്ചെഴുന്നേറ്റ് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ആലോചിക്കണം, ഈ കുട്ടിക്ക് ഡാൻസിലാണ് കഴിവ്. ഒരുത്തൻ പാട്ട് പാടുമ്പോൾ അതിനോട് മൂളിപ്പാട്ടും പാടി അവിടെ നിൽക്കുകയാണ് അവൻ. അതിൻ്റെ കഴിവ് അവിടെയാണ്. അതുകൊണ്ട് പഠിപ്പിക്കേണ്ടതെന്നല്ല പറഞ്ഞേ. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പം PM ശ്രീയാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് ഇപ്പോൾ വന്നേക്കുന്നത്. ഒപ്പിടണ്ട നിങ്ങളുടെ കാര്യം, അത് രാഷ്ട്രീയക്കാരുടെ കാര്യം. ഒപ്പിടുമെന്ന് പറഞ്ഞവരുണ്ട്, ഒപ്പിടത്തിലെന്ന് പറഞ്ഞവരുണ്ട്, വീണ്ടും ഒപ്പിടണം എന്ന് പറഞ്ഞവരുണ്ട്. പൈസ പിടിച്ച് വാങ്ങിക്കണം, അത് വേറെ കാര്യം. പൈസ വാങ്ങിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ വിദ്യാഭ്യാസത്തിൽ നമ്മളിപ്പം എല്ലാം പഠിപ്പിക്കും. 1947 സ്വാതന്ത്ര്യം കിട്ടി. എന്നാ കിട്ടിയേ? ഒന്നുകൂടെ പറയണവന് അങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞ് ഇവനെ പഠിപ്പിക്കുക. 47 സ്വാതന്ത്ര്യം കിട്ടി. ആരാണ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നത്? നാഥുറാം ഗോഡ്സെ. അത് 10 പ്രാവശ്യം പറയും, അവൻ പഠിക്കും. നാഥുറാം ഗോഡ്സെ. ആരാണ് അർത്ഥനഗ്നനായ ഫക്കീറെന്ന് ഗാന്ധിയെ വിളിച്ച്? ചർച്ചിൽ. അതും പഠിക്കും, അവൻ പഠിക്കും. അമേരിക്കൻ പ്രസിഡൻ്റ് ആരാണ്? അല്ലെങ്കിൽ ആദ്യമായി വെടികൊണ്ട് മരിച്ച അമേരിക്കൻ പ്രസിഡൻ്റ് ആരാണ്? അല്ല, എത്ര പേര് അമേരിക്കയിൽ വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഡിസംബർ 31 തൂക്കിലേറ്റപ്പെട്ട് മരിച്ച ഒരു മുസ്ലിം നേതാവുണ്ട്. ഇതൊക്കെ കാണാപ്പാടം പഠിക്കും കുട്ടികൾ. ഈ കാണാപ്പാടം പഠിക്കുന്ന അല്ല വിദ്യാഭ്യാസം. അത് ഭയങ്കര തെറ്റാണ്. അത് മാറ്റണം. ഇപ്പോൾ PM ശ്രീ പദ്ധതിയെ ചിലർ എതിർക്കുന്നുണ്ട്, അനുകൂലിക്കുന്നുണ്ട്. അതിനകത്ത് നാഷണലിസത്തിനെതിരെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതൊരിക്കലും പഠിപ്പിക്കരുത് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇന്ന് ഉള്ള കുട്ടികളുടെ വൈവിധ്യങ്ങളാർന്ന കഴിവുകളിലേക്ക് കുട്ടികളെ നയിച്ചുകൊണ്ട് വരിക. ഞാൻ ചോദിക്കട്ടെ, 2-3 ഉദാഹരണം ചോദിക്കാം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വ്യക്തിയാണ് മെസ്സി. മെസ്സിയുടെ ബേസിക് വിദ്യാഭ്യാസം എന്താ? നെറ്റിൽ കയറി നോക്കിക്കേ. മെസ്സിയുടെ പശ്ചാത്തലം ഒന്ന് നോക്കിക്കേ. റൊണാൾഡിൻ്റെ വിദ്യാഭ്യാസം എന്താ? സച്ചിൻ എന്തുവരെ പഠിച്ചു? പ്രജ്ഞാനന്ദ കൊച്ചു പയ്യനാണ്. അതുകൊണ്ട് ഞാൻ പ്രജ്ഞാനന്ദ ചെസ് കളിക്കുന്നത്, അത് കൊച്ചു പയ്യനാണ്. അത് ചിലപ്പം വീണ്ടും പഠിക്കുമായിരിക്കും. ശ്രീനിവാസ രാമാനുജൻ എന്തുവരെ പഠിച്ചു? എത്ര വയസ്സ് വരെ ജീവിച്ചു? 32 വയസ്സ് വരെ. അദ്ദേഹം എത്ര തിയറി ഉണ്ടാക്കി? ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ തിയറി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം എഴുതിയിട്ടുള്ള തിയറി അത് ഇന്നും നമ്മുടെ കയ്യിലില്ല. അത് വേറെ വിദേശ രാജ്യത്തിലാണ് ഇരിക്കുന്നത്, ആ തിയറിയൊക്കെ എഴുതുന്നത്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ രാമായണം ഒക്കെ എഴുതിയവരെന്ത് പഠിച്ചു? പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. പഠിക്കണം. പക്ഷേ കുട്ടികളുടെ വൈവിധ്യങ്ങളാർന്ന കഴിവുകളെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വിത്ത്, അതായത് ഒരാഞ്ഞിലിക്കുരു, ആ ആഞ്ഞിലിക്കുരുവിനെ എടുത്ത് നമ്മളങ്ങ് നട്ടു, അതായത് മണ്ണിൽ താഴ്ത്തി വെച്ചു. ഈ ആഞ്ഞിലിക്കുരു ഭയങ്കരമായിട്ട് പ്രതികരിക്കും. കാരണം എന്താ? എൻ്റെ സ്വാതന്ത്ര്യത്തെ കളഞ്ഞു, എനിക്ക് കാറ്റ് കൊള്ളണമായിരുന്നു, എനിക്ക് വെളിച്ചം കൊള്ളണമായിരുന്നു. പക്ഷെ ആ ഒരു പശ്ചാത്തലത്തിൽ ആ ആഞ്ഞിലിക്കുരു പ്രതികരിക്കാൻ വേണമെങ്കിൽ, പക്ഷേ ആ നട്ടുവെച്ച ആഞ്ഞിലിക്കുരു കിളിച്ചു വന്ന് പതുക്കെ വലുതാകുമ്പം അതിനെ മനസ്സിലാകും ആദ്യത്തെ നൊമ്പരങ്ങൾ വലിയ കാര്യമൊന്നും അല്ലായിരുന്നു. ഇപ്പം ഞാൻ വേണം സ്വതന്ത്രനായില്ലേ. ഇപ്പോൾ എനിക്ക് ഇത്രമാത്രം കാറ്റ് കൊള്ളാം. ആദ്യം കുറേ നൊമ്പരങ്ങളൊക്കെ ഉണ്ടാകും കുട്ടികളുടെ നൈപുണ്യങ്ങൾ കണ്ടുപിടിക്കാൻ. നമ്മുടെ പാഠഭാഗം എഴുതുന്നത് പഠിപ്പിക്കുക എന്നല്ല നമ്മുടെ ലക്ഷ്യം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും ഞാൻ ക്ലാസ്സിൽ UKG ക്ലാസ് പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു ബോംബിൻ്റെ പടം വരച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും വരയ്ക്കാമെന്ന് പറഞ്ഞു. അഭിജിത്ത് എന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് പറയാം, എനിക്ക് നന്നായിട്ട് അറിയാം കുട്ടിയെ. അത് 1998 അഭിജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ ബോംബ് വരച്ചുകൊണ്ട് വന്നു. എല്ലാവരും കൊണ്ട് കാണിച്ചു, എന്നെ കൊണ്ട് കാണിച്ചു, അവനും കൊണ്ട് കാണിച്ചു. ഞാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു, ബോംബൊന്ന് വരയ്ക്കാമോ? അപ്പം മാതാപിതാക്കളുടെ സഹായത്തോടായിരിക്കും വരച്ചത്. അപ്പം ഇവൻ ഈ ബോംബിൻ്റെ വരച്ചുകൊണ്ട് തന്നിട്ട് അവൻ എൻ്റെ പറഞ്ഞു, സാറേ ഞാൻ ഈ ബോംബ് നിർവീര്യമാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ആരാ പഠിപ്പിച്ചേ? അല്ല, ആരും പഠിപ്പിച്ചില്ല. ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ ചിന്തിച്ച് ഇതെങ്ങനെ നിർവീര്യമാക്കാം. ഞാൻ പറഞ്ഞു, എന്താ കാണിച്ചേ? അവൻ എൻ്റെ ടേബിളെ വെച്ചു, തടി ടേബിളെ വെച്ചിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ച് അങ്ങോട്ടും കത്തിച്ച് വെച്ചു. ഞാൻ വിചാരിച്ചപ്പോൾ ഇത് പുകഞ്ഞു പൊട്ടുമെന്ന്. പൊട്ടിയില്ല. അവനെന്ത് ചെയ്ത് ആ തീപ്പെട്ടിക്കൊള്ളിയുടെ ഉരച്ചു വെച്ച ഭാഗത്തൂടെ റൗണ്ടായിട്ട് കത്തി ഈ ബോംബില്ലാതായി. എന്ത് ചെയ്യുന്നറിയാവൻ?
അവനെ ഈ വരച്ച ഭാഗത്ത് ഈ തീപ്പെട്ടിക്കുള്ളുടെ പൊടി എല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ പേപ്പർ ഒട്ടിച്ചിരുന്നു. കണ്ടോ അവൻ്റെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ? ഇതാണ് ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ക്രിയേറ്റിവിറ്റി കണ്ടുപിടിച്ച് ആ കുട്ടിയെ എത്രത്തോളം വളർത്താൻ സാധിക്കും, ഏതെല്ലാം തലത്തിലേക്ക് ഒരാളെ ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് അതാണ് അത്യാവശ്യം. അല്ലാതെ PM ശ്രീ പദ്ധതിയിൽ എഴുതി വച്ചേക്കുന്നതെല്ലാം മനഃപ്പാഠം പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റോ സത്തയോ മനസ്സിലാക്കി അതിൻ്റെ ഏത് വിധത്തിൽ അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. അത് മനസ്സിലാക്കിയാണ് ഇന്നത്തെ വിദ്യാഭ്യാസം പോകേണ്ടത്. എനിക്കൊന്ന് പുതിയ വിദ്യാഭ്യാസ മന്ത്രി കുറച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ കുറേ ചിന്തകൾ ഇവിടുത്തെ അധ്യാപകരോടൊക്കെ ഞാൻ പറയുകയാണ്. അധ്യാപകരെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന നിലയും പറയണം, നമ്മൾ കുട്ടികളിലെ നൈപുണ്യം ഏതാണോ കഴിവ്, ആ കഴിവ് വളർത്തിയെടുക്കുക. ഒരു കുട്ടി നന്നായിട്ട് പാടുന്നു, ഒരു കവിത എഴുതി, ആ കവിത നമ്മൾ വായിച്ചു നോക്കി, കൊള്ളാലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇട്ടണം. ഒരു ചിത്രശലഭത്തെക്കുറിച്ചായിരിക്കും എഴുതിയത്. നാളെ ചിത്രശലഭം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് എഴുതാൻ പറയണം. ആ ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. ഒരു കഥ എഴുതിക്കൊണ്ടു വന്നു, നന്നായി കൊള്ളാലോ. മാധവിക്കുട്ടി, കമലാ സുരയ്യ അവർ ചെറുപ്പത്തിൽ എഴുതുമായിരുന്നു. ആ എഴുതുന്ന ആളിനെ പ്രോത്സാഹിപ്പിച്ചു, ആ ആൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് എഴുതിക്കൊണ്ട് വന്നു. ഒലിവർ ട്വിസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്, എത്ര മനോഹരമായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ലിയോ ടോൾസ്റ്റോയ്. നിങ്ങൾ വായനാ ലോകം വർദ്ധിപ്പിക്കാൻ പറ പിള്ളേരോട്, അവർ തന്നെ പഠിച്ചോളും. അല്ല നമ്മൾ അവരെഴുതുന്നത് ഇതാണ്, അവരെഴുതുന്നത് ഇന്നതാണ്, അതിനെക്കുറിച്ചൊന്നുമല്ല ചിന്തിക്കേണ്ടത്. പിന്നെ കുട്ടികൾക്ക് കിട്ടുന്ന ബേസിക് വിദ്യാഭ്യാസത്തിൽ കിട്ടുന്ന പൈസ അത് ഏത് സർക്കാരിൽ നിന്നും വാങ്ങിച്ചെടുക്കാം. ഞാനതൊരു പ്രത്യേകമായിട്ട് പറയുകയാണ്. അത് തന്നില്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള മാധ്യമങ്ങൾ, നിയമങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട്. അതിനായിട്ട് പോവുക. ഇവിടെ രാഷ്ട്രീയം കലർത്താതിരിക്കുക. ഒരാൾ പറയും വാങ്ങിക്കും, ഒരാൾ പറയും വാങ്ങിക്കത്തില്ല. ഇതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയക്കാർ, ഇപ്പോൾ BD സതീശനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും, നിങ്ങൾക്കൊക്കെ കുട്ടികളുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടെന്ന് ഓർക്കുക. ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, you have a place in the mind of the children who are listening you and seeing you, visualizing you. Whenever you are changing your words, that is affecting the children also. You are personified persons. As the example the children are taking you. When you are changing the words, when you are changing the steps, the children will think that we can also change. Every leader, when they are coming, the children will watch what they are doing, what they are not doing. They will try to imitate it. Whenever you are changing your words, whenever you are going astray from the policies, think that is affecting the children. The political clash between left, right and BJP, that is affecting the children also. Not only among the Rajiv Chandrasekhar or Pinarayi Vijayan or VD Sadishan. These all are affecting the children who are visualizing you. Don't you think that when the police is beating somebody, if the children are seeing that will affect. Yesterday one conductor has neglected the right of the children to enter into the bus. But that child was saying to the police that don't take action against the conductor. But they had taken action against conductor. I have read that in the newspaper. But that boy, I am respecting that boy. His mind is having a peaceful atmosphere. Think that every person, the children are observing, and they will study something from the society. The leaders, please, whenever you are taking the step, be on that step. Don't change your words. If it is wrong, you say that it is wrong, I am going to change my words. Gandhiji once said that if we are always sticking on the same step, that means you are having some problem. If it is wrong, you can change, no problem. I am stopping right now I am stopping. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കുട്ടികൾ അനുകരിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അത്രയും മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ രാഷ്ട്രീയമായിരിക്കാം ചെയ്യുന്നത്, രാഷ്ട്രീയക്കാരായിരിക്കാം, നിങ്ങൾ പൊളിറ്റീഷ്യനായിരിക്കാം, നിങ്ങൾ പോലീസുകാരനായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, ആരായിക്കൊള്ളട്ടെ, വരും തലമുറ ഇത് കാണുന്നുണ്ട്. പണ്ടെങ്ങാണ്ടോ കൊച്ചായിരുന്ന ഒരാളാണ് ഇന്നത്തെ മോദി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആരോ ഒരാൾ വരും തലമുറയുടെ ഒരു പ്രധാനമന്ത്രിയാകും എന്നുള്ളത് മറക്കാതിരിക്കുക. ഇൻ എ സീഡ് ദർ ഈസ് എ ട്രീ. ജോൺസൺ കരൂർ.